ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഡ്രിനാലിൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ലിപ്പിഡ്സ്. മെയിൻലി രണ്ടായിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ടോപ്പിക്കിനെ. ഫസ്റ്റ് ടോപ്പിക് ഈസ് ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സ്. ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സ് സ്റ്റാർട്ട്സ് ഇൻ ദ മൗത്ത്. അപ്പോൾ അതിന് നമുക്ക് രണ്ട് എൻസൈംസ് ആണ് മെയിനായിട്ട് അതിന് ഉപയോഗിക്കുന്നത്, ലിംഗ്വൽ ലിപ്പേസും ഗ്യാസ്ട്രിക് ലിപ്പേസും. ലിംഗ്വൽ ലിപ്പേസ് വോൺ അബ്നസ് ഗ്ലാൻസിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അത് ടങ്കിൽ നിന്നുള്ള വോൺ അബ്നസ് ഗ്ലാൻസിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഗ്യാസ്ട്രിക് ലിപ്പേസ് ഫ്രം ഗ്യാസ്ട്രിക് ക്യാവിറ്റി ചീഫ് സെൽസ് നിന്നാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. ലിംഗ്വൽ ലിപ്പേസും ഗ്യാസ്ട്രിക് ലിപ്പേസുമാണ് ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സിന് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് എൻസൈംസ്. ഗ്യാസ്ട്രിക് ലിപ്പേസ് ഈ ലിപ്പിഡ്സിനെ ഫ്രീ ഫാറ്റി ആസിഡാക്കി കൺവേർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അത് പാൻക്രിയാറ്റിക് ലിപ്പേസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. However, deficiency of lingual lipase do not result in malabsorption of fat because pancreatic lipase is actually important for lipid digestion, which is to be discussed in the next slides. Next, we are going to discuss about the pancreatic lipase. Pancreatic lipase is secreted from the pancreas and its main action is in the duodenum. It is the principal enzyme of fat digestion. Pancreatic lipase hydrolyzes 1 and 3 bonds of triglycerides and helps in the formation of free fatty acids and 2 monoglycerides. Pancreatic lipase acts on lipids that have been emulsified. Emulsification കുറിച്ച് നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. ഈ എമൾസിഫൈ ചെയ്ത ലിപ്പിഡ്സിലാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആക്ട് ചെയ്യുന്നത്. ഓൾസോ പാൻക്രിയാറ്റിക് കോലിപ്പേസ് ഫെസിലിറ്റേറ്റ്സ് ഫാറ്റ് ഡൈജഷൻ. പിന്നെ ഇവിടെ പറയുന്ന ഒരു പോയിന്റാണ് ബൈൽ സാൾട്ട് ആക്ടിവേറ്റഡ് ലിപ്പേസ് അസിസ്റ്റ് ഇൻ ലിപ്പിഡ് ഡൈജഷൻ. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഡയറ്ററി കൊളസ്ട്രോളിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നത് കൊളസ്റ്ററൈൽ എസ്റ്റർ ഹൈഡ്രോളൈസ് ആണ്. ഇത്രയാണ് ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് അബൌട്ട് ദ ടോപ്പിക് അബ്സോർപ്ഷൻ ഓഫ് ലിപ്പിഡ്സ്. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് ലിപ്പിഡ്സ് ഇസ് എ പാസീവ് പ്രോസസ് ആൻഡ് ഇറ്റ് ഇസ് എ കാരിയർ മീഡിയേറ്റഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അതായത് എസ്റ്ററിഫൈ ചെയ്ത ലിപ്പിഡ്സ് സെൽസിലേക്ക് എൻ്റർ ചെയ്യും. അപ്പം കുറച്ച് ലിപ്പിഡ്സ് എസ്റ്ററിഫൈഡ് ആയിട്ട് സെൽസിൻ്റെ ഉള്ളിലും മറ്റേത് അൺഎസ്റ്ററിഫൈഡ് ആയിട്ട് സെൽസിൻ്റെ പുറത്തുമായിരിക്കും ഉണ്ടാവുക. ഈ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വെച്ചിട്ടാണ് ആ ലിപ്പിഡ്സിൻ്റെ എസ്റ്ററിഫിക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എമൾസിഫിക്കേഷന് സഹായിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബൈൽ സാൾട്ട്സ്. ബൈൽ സാൾട്ട്സിൻ്റെ കൂടെ തന്നെ ലെസിത്തിൻ ആൻഡ് മോണോഗ്ലിസറൈഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. Now about the absorption of lipids. Lipids are mainly absorbed in the micellar Now what is micellar Micellar is the cylindrical aggregation of lipid-like fatty acid, monoglyceride, cholesterol. These forms the hydrophilic part of the micellar. അതായത് പെരിഫറിയിൽ ഒരു ഹൈഡ്രോഫിലിക് പാർട്ടും സെൻറ്ററിൽ ഒരു ഹൈഡ്രോഫോബിക് പാർട്ടും ഉണ്ടാവും. ഇങ്ങനെയാണ് മിസെല്ലെ ഫോംസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ മിസെല്ലെ ഫോമിലാവുന്ന ലിപ്പിഡ്സ് സോലുബിളൈസ്ഡ് ആയിട്ട് അതാണ് ഒരു ട്രാൻസ്പോർട്ട് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എങ്ങോട്ടേക്ക്? ഈ മിസെല്ലെ ഫോമിലായ ലിപ്പിഡ്സിനെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എടുക്കും. ഈ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ച് അറ്റ് സെൽ ഇറ്റ് അഗ്രിഗേറ്റ്സ് ദ അഗ്രിഗേറ്റ് ദാറ്റ് ഈസ് ദ മിസെല്ലെ ഡിസിൻറ്റഗ്രേറ്റ് ഇൻസൈഡ് ദ സെൽ. നൗ നമുക്ക് വേറെ കുറച്ച് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്, കൊളസ്ട്രോൾ ആൻഡ് ഫാറ്റ് സോലബിൾ വിറ്റമിൻസിൻ്റെ അബ്സോർപ്ഷനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്. ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ അത് കോളനിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബൈ കൊളോണിക് ബാക്ടീരിയ. അബ്സോർപ്ഷൻ ഓൾസോ ടേക്സ് പ്ലേസ് ഇൻ ദ കോളൻ. അത്രയാണ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്. നൗ അബൌട്ട് ദ കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ അബ്സോർബ്ഡ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാറ്റി ആസിഡ്, ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഈ അബ്സോർബ്ഡ് ആയിട്ടുള്ള കൊളസ്ട്രോൾ ഈ കൈലോമൈക്രോണിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് സർക്കുലേഷനിലേക്ക് കിടക്കുന്നത് വിയ ലിംഫാറ്റിക്സ് എന്നാണ് നമ്മൾ പറയുക. Now, the main thing about this is the fat-soluble vitamins. വൈറ്റമിൻസിനെ രണ്ടായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും വാട്ടർ സോലുബിൾ വൈറ്റമിൻസും. ഇതിനകത്ത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ആൻഡ് ഇത് ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഈ അബ്സോർപ്ഷനെ സഹായിക്കുന്ന മെയിൻ സംഭവങ്ങളാണ് ബൈലാസിഡും പിന്നെയുള്ള ലിപ്പിഡ് ഡൈജഷൻ്റെ പ്രൊഡക്റ്റും. ഈ ബൈലാസിഡിൻ്റെ ആബ്സെൻസോ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ മാലബ്സോർഷനോ ഈ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിക്കും കാരണമാകുമെന്നാണ് നമ്മളിവിടെ ക്ലിനിക്കലി ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നൗ ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട ടോപ്പിക്സ്. ഇനി ഡിസോർഡേഴ്സ് ഓഫ് ഫാറ്റ് ഡൈജഷൻ എന്നൊരു ടോപ്പിക്കും കൂടി ഇതിനകത്ത് നോക്കണം. അതിനകത്ത് സ്റ്റിയറ്റോറിയ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, ട്രോപ്പിക്കൽ സ്പ്രൂ ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. സ്റ്റിയറ്റോറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. സ്റ്റിയറ്റോറിയ എന്ന് വെച്ചാൽ ഫാറ്റി, ബൾക്കി ആൻഡ് ക്ലേ കളേർഡ് സ്റ്റൂള്. അതായത്
പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഒരു ഡിസോർഡറാണ് സ്റ്റേറ്റോറിയ. അതായത് ഈ എക്സസ് ഫാറ്റ് സ്റ്റൂളിൽ കൂടി വെളിയിലേക്ക് പോകും. അതിന് കാരണമാവുന്ന ഒരു സംഭവം ഒരു ഫാക്ടറാണ് ഇൻക്രീസ്ഡ് സെക്രീഷൻ ഓഫ് ഗ്യാസ്ട്രിക് ആസിഡ്. ഈ ഇൻക്രീസ്ഡ് സെക്രീഷൻ ഓഫ് ഗ്യാസ്ട്രിക് ആസിഡ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഗ്യാസ്ട്രിക് ആസിഡ് ഇൻഡസ്റ്റൈനൽ ലൂമനിലേക്കും കൂടി ഇറങ്ങിച്ചെല്ലും. അപ്പോൾ അവിടുത്തെ pH ഡിക്രീസ് ആകുമ്പോൾ അതെന്ത് ചെയ്യും, പാൻക്രിയാറ്റിക് ലിപ്പേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതായത് പാൻക്രിയാറ്റിക് ലിപ്പേസിന് ഒരു സ്പെസിഫിക് pH ഉണ്ട്. ആ pHനേക്കാളും താഴെ വരുമ്പോഴാണ് ഈ പാൻക്രിയാറ്റിക് ലിപ്പേസ് ഇൻഹിബിറ്റഡ് ആവുന്നത്. അപ്പോഴാണ് സ്റ്റേറ്റോറിയ എന്ന കണ്ടീഷൻ മെയിൻ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ വേറൊരു കോസാണ് ഇംപയർഡ് റീഅബ്സോർപ്ഷൻ ഓഫ് ബൈൽ ആസിഡ് ഫ്രം ഡിസ്റ്റൽ ഇലിയം. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് സ്റ്റേറ്റോറിയയ്ക്ക് മെയിൻ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഒരു രണ്ട് സെന്റൻസ് അബൌട്ട് ട്രോപ്പിക്കൽ സ്പ്രൂ. ഇറ്റ് ഈസ് എൻ ഇൻഡസ്റ്റൈനൽ കണ്ടീഷൻ കോസ്ഡ് ബൈ മാലബ്സോർപ്ഷൻ. In this condition, the enterocytes are distorted and the density of microvilli is decreased, and this causes the condition called tropical sprue. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നിന്ന് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്.